ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തമ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ വന്നത്. പ്രഗ്നൻസി സ്റ്റോറിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിനൊരു ആപ്റ്റ് തമ്നെയിൽ ചിലപ്പോൾ ആഫ്റ്റർ ഡെലിവറി സ്റ്റോറി ആയിരിക്കും. എന്തായാലും ഞാനിതിൻ്റെ കൂടെ പ്രഗ്നൻസി സ്റ്റോറിയും കൂടി പറഞ്ഞു പോവുകയാണ് അങ്ങോട്ട്. പ്രഗ്നൻസി സ്റ്റോറി അങ്ങനെ അത്ര ഹൈപ്പുള്ളൊരു സ്റ്റോറിയൊന്നുമല്ല കേട്ടോ ഗൈസ്. സാധാ എല്ലാവരും പ്രഗ്നൻ്റ് ആകുന്ന പോലെ തന്നെയാണ് ഞാനും പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ ഞാൻ 2019 എൻ്റെ മാരേജ് കഴിയുന്നത്. കഴിയുന്ന ടൈമിൽ എനിക്ക് 20 വയസ്സുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിന് 26 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഒരു യങ് ഏജ് ആണല്ലോ ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളൊട്ടും പ്രിപ്പയർഡ് അല്ലെന്നല്ല, നമുക്കിപ്പോൾ എന്തായാലും ഒരു കുട്ടി വേണ്ട എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെയാണ് നമ്മളങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജനുവരിയൊക്കെ കഴിഞ്ഞു, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, 6 മാസമല്ല പിറ്റേ മാസം തൊട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയെങ്കിലും ഒരു 6 മാസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ ചോദ്യം പറച്ചിലൊക്കെ കൂടാൻ തുടങ്ങി. നമ്മുടെ വീട്ടുകാരുടെ പക്ഷത്തു നിന്ന് തന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തായി ബേബി ആകുന്നില്ലേന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 വീട്ടിലും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഫുൾ ബോഡി ചെക്കപ്പ് എടുക്കാമെന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും. അപ്പോൾ നമ്മളൊരു 6 മാസമൊക്കെ അപ്പോൾ പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തപ്പോൾ 2 പേരും നോർമലാണ്. എന്നെ സ്കാനും ചെയ്തു. ഞാൻ കംപ്ലീറ്റ്ലി നോർമലാണ്, ഹസ്ബൻഡും കംപ്ലീറ്റ്ലി നോർമലാണ്. വേറെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് ചെന്ന് എൻ്റെ തൈറോയിഡും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കേട്ട് പോയി ചെക്ക് ചെയ്തപ്പോൾ എനിക്കാണെങ്കിൽ തൈറോയ്ഡ് അത്യാവശ്യമുണ്ട്. എങ്കിലും നല്ല കൂടുതലല്ല, അത്യാവശ്യം ഒരു ബോർഡറിൽ നിൽക്കുന്ന ഒരു തൈറോയ്ഡാണ്. അങ്ങനെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത ഹോസ്പിറ്റലും ഈ തൈറോയിഡിന് കാണിച്ച ഹോസ്പിറ്റലും രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. തൈറോയിഡിൻ്റെ ഡോക്ടർ അന്നേരം ഉണ്ടായില്ല, ബിസി ആയിരുന്നു ഡോക്ടർ, ബുക്കിംഗ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഞാനൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മെഡിസിനൊക്കെ എഴുതി തന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നമ്മളോട് ഈ ഒരു മന്ത്, അതായത് ഈ മെഡിസിൻ കഴിക്കുന്ന ഒരു മന്ത് ഉണ്ടല്ലോ, അത് പ്രഗ്നൻ്റ് ആകരുതെന്ന് പറഞ്ഞു. നമ്മൾ അതൊക്കെ കേട്ട് എല്ലാം സെറ്റായി വീട്ടിലോട്ട് പോന്നു. കാരണം നമുക്ക് അങ്ങനെ ടെൻഷനില്ല, കുഞ്ഞില്ലാത്തതിനെ പറ്റി ഒരു ടെൻഷനില്ല. നമുക്ക് യങ് ഏജ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രിപ്പയർഡും അല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ. പക്ഷേ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആകരുതെന്ന് ഈ മന്ത്, അപ്പോൾ തൊട്ട് നമുക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ആകാംക്ഷയും ആഗ്രഹമൊക്കെ, ഒരു കുഞ്ഞുണ്ടെങ്കിൽ കൊള്ളാം. കാരണം അപ്പം നമ്മൾ ചിന്തിച്ചു, എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ആയില്ലെങ്കിലോ എന്നുള്ളൊരു തോട്ട് വന്നു. ചിലപ്പോൾ അതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണം. അങ്ങനെ നമ്മൾ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വന്നിട്ട്, എനിക്കാണെങ്കിൽ ഇല്ലേ ഗൈസ്, ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൻ്റെ അസുഖത്തിരി കൂടുതലാണ്. അതായത് എല്ലാ കാര്യവും ഒരു പടി മുമ്പിൽ ഞാൻ ഫസ്റ്റിൽ തന്നെ ഞാനെല്ലാം ചെയ്തു വെക്കും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാവരും കുറച്ച് പതുക്കെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് അവിടെ വേഗം എത്തണം, അങ്ങനെ ഓടിഞ്ഞ് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അതേപോലെ തന്നെ ഇതിലും ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു. പീരിയഡ്സ് ഡേറ്റിന് 10 ദിവസം മുമ്പ് തന്നെ ഞാൻ ഡിനുവിനെ കൊണ്ട് ടെസ്റ്റ് കാർഡൊക്കെ മേടിച്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അതും ഉച്ച സമയത്ത് ഞാൻ വെറുതെ ഫോണും തോണ്ടി കിടക്കുന്ന ടൈമിലാണ് എനിക്ക് തോന്നിയത് ഇന്ന് എനിക്ക് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ ഡിനുവിനെ വിളിച്ച് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നെഗറ്റീവാണ്. ഞാൻ ആ സംഭവം വലിച്ചെറിഞ്ഞിട്ടിട്ട് ഡിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, തമ്പൊട്ട സാധനമാണ് മേടിച്ചു കൊണ്ടുവന്നത്, അതാണ് അതിന് വർക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബാക്കി പണികളിലൊക്കെ പോയി. അങ്ങനെ തിരിച്ചു വന്നിട്ട് അലക്കാനുള്ള എൻ്റെ തുണികൾ എടുക്കുന്ന ടൈമിൽ അതിൻ്റെ പൊക്കത്തോട്ടായിരുന്നു കേട്ടോ ഞാൻ വലിച്ചെറിഞ്ഞിട്ടത്. നോക്കുമ്പോൾ ഗൈസ് 2 റെഡ് വരാം. അത് എന്തൊരു ഹാപ്പി ആയെന്നറിയോ. ഞാൻ വേഗം ഡിനുവിനെ കാണിച്ചു. പിന്നെ ഞാൻ അന്നേരം ഡിനുവിൻ്റെ വീട്ടിലായിരുന്നു. ഡിനുവിൻ്റെ പപ്പേനെയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വേഗം അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു ഫെയിൻ ലൈനാണ്, പ്രഗ്നൻ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് പറയണം, അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ വേറൊരു ഗൈനക്കിനെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൺഗ്രാറ്റ്സ്, യു ആർ ഗോയിങ് ടു ബി പാരൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹാപ്പിയായി. അപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോൾ വീട്ടുകാർ എന്നെ നേരെ
എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ഫുൾ റെസ്റ്റ്, ഡോക്ടറെ പോലും കാണിച്ചിട്ടില്ല, നമ്മൾ ഫുൾ റെസ്റ്റാണ്. പിന്നെ നമ്മൾ വേഗം ഇതൊക്കെ അറിഞ്ഞ് വീട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണമല്ലോ. അപ്പോൾ അടുത്തൊരു ചമ്മൽ കേസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആദ്യം കാണിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1 മാസത്തേക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആകരുതെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയില്ല. നമ്മൾ ചെക്കപ്പ് ചെയ്തില്ല, ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ആ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് എൻഡോക്രൈനോളജിസ്റ്റിനെ, ഗൈനക്കിനെ കാണിച്ചപ്പോൾ ഗൈനക്ക് പറഞ്ഞു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിക്കൂ, കാരണം നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതല്ലേ തൈറോയിഡിൻ്റെ, അപ്പോൾ കാണിക്കുന്നു പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ചിലപ്പോൾ ഇത് അബോർട്ടാകാൻ ചാൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ഡിനുവിനോട് പറഞ്ഞു എനിക്കിനി ഇവിടെ കാണിക്കണ്ട, നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതും ഉടനെ ഡിനു എന്നെ അന്ന് തന്നെ നമ്മൾ ആദ്യം കാണിച്ച ആ ഡോക്ടറില്ലേ, അതായത് ഈ 1 മന്ത് പ്രഗ്നൻ്റ് ആകരുതെന്ന് പറഞ്ഞ ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ അടുത്തോട്ട് തന്നെ നമ്മൾ ചെന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടിട്ടോ നമുക്ക് നേരെ ഒരു ഗൈനക്കിനെ റെഫർ ചെയ്തു. അതും മെയിലായിട്ടുള്ള ഒരു ഗൈനക്കായിരുന്നു. എന്തായാലും അവിടെയൊക്കെ ചെന്ന് സെറ്റായി, പ്രഗ്നൻസിയൊക്കെ കൺഫേം ആക്കി, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ സാധാരണ പോലെ തന്നെ എല്ലാവർക്കും ചെയ്യുന്ന ചെക്കപ്പൊക്കെ ചെയ്തു. എക്സ്ട്രാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി സ്കാൻ ചെയ്യുമായിരുന്നു, ഛർദിൽ അങ്ങനെയൊക്കെ പറഞ്ഞ്, അനക്കമില്ലായ്മ അതൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലുമായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ എൻ്റെ ഈ പ്രഗ്നൻസിയിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ആണ്. അത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വോമിറ്റിംഗ് ആണ്. ഞാൻ പ്രസവിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് വരെ വോമിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പ്രസവിച്ചത്. അപ്പോൾ ഏറ്റവും ഒരു കോമഡി അല്ല ഗൈസ്, ഏറ്റവും ഒരു പ്രഗ്നൻസിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വോമിറ്റിങ് മാത്രമാണ്. ബാക്കി എല്ലാം കൊണ്ട് ഞാൻ ഓക്കെ ആയിരുന്നു, ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. തൈറോയിഡിൻ്റെ മെഡിസിൻ ഞാനൊരു 7 മാസം വരെ എടുത്തായിരുന്നു. അങ്ങനെ 7 മാസമൊക്കെ ആയപ്പോൾ ഇതേപോലെ വോമിറ്റിങ് കൂടി നന്നായിട്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കാഷ്വാലിറ്റിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ LFTയിൽ എന്തോ ഒരു ചെറിയ വേരിയേഷൻ കണ്ടു. അതും പറഞ്ഞ് എൻ്റെ തൈറോയിഡിൻ്റെ മെഡിസിനും സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് എനിക്ക് June 5 ആണ് ആദ്യത്തെ ഒരു ഡേറ്റ് തന്നത്. പിന്നെ ആ ഡേറ്റ് മാറ്റി. എനിക്ക് എന്തായാലും C-സെക്ഷനേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം കുഞ്ഞ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ബ്രീച്ച് പൊസിഷനിലായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നോർമൽ ഡെലിവറിക്ക് ഒരു സാധ്യതയില്ല, C-സെക്ഷനേ പറ്റൂ. അപ്പോൾ നമുക്ക് May 30th ഡേറ്റ് തന്നു. May 30th ഡേറ്റ് തന്നു. അപ്പം ഞാൻ May 10th പോയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്, ഈ നമ്മുടെ അഡ്മിറ്റ് ചെയ്യേണ്ട ദിവസമൊക്കെ. അപ്പം May 11th ആയപ്പോയില്ലേ, ഒരു കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാണ്. പെട്ടെന്ന് എനിക്ക് നന്നായിട്ടൊരു തളർച്ച വന്ന് ഞാൻ കിടന്നു. പിറ്റേ ദിവസം, അതായത് May 12 ഉച്ചയ്ക്ക് വരെ ഞാൻ നന്നായിട്ട് വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അമ്മമാർക്ക് അതൊന്നും ഒട്ടും കണ്ടു നിൽക്കാൻ പറ്റില്ല. ചെറിയൊരു അസുഖം, ചെറുതായിട്ടൊരു തലവേദന വന്നാൽ കൂടി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ ഈ വൊമിറ്റിങ് കണ്ടതോടുകൂടി അമ്മക്ക് ആകെ ടെൻഷനായി. പപ്പേനെ വിളിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഓൾറെഡി കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ കടയൊക്കെ കുത്തി തുറന്നാണ് സത്യം പറഞ്ഞ സാധനങ്ങളൊക്കെ ബേബിക്കും എനിക്കുള്ളത് കളക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഡെലിവറി എമർജൻസി ആയിട്ട് തന്നെ ചെയ്യണം, കാരണം എനിക്ക് പ്രഷർ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. ഹൈ ആയിട്ടില്ല, എന്നാലും പ്രഷർ കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യണം. എനിക്ക് വികസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, കുഞ്ഞാണെങ്കിൽ ഒട്ട് തിരിഞ്ഞിട്ടുമില്ല, നോർമൽ ഡെലിവറി ഇല്ല, C-സെക്ഷൻ ആണെന്നും പറഞ്ഞു. എന്നെ നേരെ ലേബർ റൂമിൽ കയറ്റി. ഇത് 2 മണിക്ക് പോയിട്ട് 4 മണിക്കാണ് കേട്ടോ ഗൈസ് ഞാൻ പ്രസവിച്ചത്, അതായത് സിസേറിയൻ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ കയറി. ഞാനിവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഗേൾ ബേബി ആയിരിക്കും എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു കേട്ടോ, ഞാൻ ഇന്ന് തന്നെ പ്രസവിക്കുമെന്നുള്ള കാര്യം. കാരണം നമുക്കൊരു ഉൾവിളി വരുമല്ലോ ഗൈസ്. അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും നോക്കിയാലും അമ്മ എൻ്റെ വാട്ടർ ബ്രേക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഇതെനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇന്ന് പ്രസവിക്കുമോ എന്നുള്ളത് 100% ഷുവറായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പ്രസവിച്ചു ഗൈസ്. അങ്ങനെ നേരെ അങ്ങനെ നേരെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് പെൺകുട്ടിയാണെന്നാണ്. കാരണം എൻ്റെ ഒരു അപ്പിയറൻസും എൻ്റെ ഒരു ഫിഗറൊക്കെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു പെൺകുട്ടി ആയിരിക്കും എന്നാണ്. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തെറ്റി. ഒരു ആൺകുട്ടീനെയാണ് എൻ്റെ കയ്യിലോട്ട് വന്നത്. 3,450 കിലോ ഉണ്ടായിരുന്നു. നല്ല ഓവർ വെയിറ്റ് ആയിരുന്നു കുഞ്ഞ്.
ബ്രീച്ച് പൊസിഷനും കൂടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഡെലിവറിക്ക് മുമ്പ് തന്നെ, സിസേറിയന് മുമ്പ് തന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു, കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് തരില്ല എന്ന്. കാരണം കുഞ്ഞ് ബ്രീച്ച് പൊസിഷൻ ആയതുകൊണ്ട് ഓക്സിജൻ്റെ എന്തോ അളവൊക്കെ ചെറിയൊരു ഇത് കാണിക്കും. അതുകൊണ്ട് കുഞ്ഞിനെ നേരെ NICUയിലോട്ടേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പ്രിപ്പയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കയ്യിലോട്ട് കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ പറ്റില്ല, നേരെ NICUയിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എല്ലാവരും NICUയിൽ കുഞ്ഞിൻ്റെ പുറകെ പോയി. എന്നെ ഇറക്കുന്ന ടൈമിൽ അവിടെ ഒരാൾ പോലും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ അവിടെ എന്നെ നോക്കി നേഴ്സ് പറഞ്ഞു, നിന്നെ ആർക്കും വേണ്ട അഞ്ജലി, നിൻ്റെ ആൾക്കാരെല്ലാം കുട്ടികളുടെ പുറകെ പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചെറിയൊരു സങ്കടം. പിന്നെ ഞാൻ നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ലിഫ്റ്റ് ഇറങ്ങി വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ ഡേ മൊത്തം കുഞ്ഞിനെ കാണണമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അന്നൊന്നും കാണാൻ പറ്റില്ല. 5 ദിവസം കഴിഞ്ഞിട്ടാണ് അവനെ NICUയിൽ നിന്ന് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത്. പിന്നെ ഇടയ്ക്ക് പോയി ഞാൻ ഫീഡൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ പമ്പ് ചെയ്തിട്ട് കൊണ്ടേ കൊടുക്കുമായിരുന്നു ബ്രസ്റ്റ് മിൽക്ക്, അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു 2ാമത്തെ ദിവസം, ലാസ്റ്റ് സെക്കൻഡ് ഡേ ആണ് ഞാൻ ഫീഡ് ചെയ്യാൻ പഠിക്കാൻ തുടങ്ങിയത്. അതൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒട്ടും അറിയില്ല, കുഞ്ഞിനെ എടുക്കാനറിയില്ല. അവരാദ്യം പറയുന്നത് മാറോട് ചേർത്ത് വയ്ക്കാൻ, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ സെറ്റാക്കിയാണ് എടുത്തത്. അങ്ങനെ നേരെ നമ്മൾ 5ാമത്തെ ദിവസം ഡിസ്ചാർജ് ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു. ഇനിയാണ് കേസ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ചസ് അങ്ങനെ തുടങ്ങിക്കൊണ്ട് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് കൊടും മഴയാണ് കേട്ടോ. കാരണം മെയ് ആണല്ലോ ഗൈസ്, മഴയുടെ ഒരു സീസണാണ്. ജൂൺ മെയ് മാസമാണല്ലോ. അപ്പം മഴ നന്നായിട്ട് തകൃതിയായിട്ട് പുറത്തെടുത്ത് പെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട്. കരച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അമ്മയാവുന്നു, എൻ്റെ അമ്മ ആദ്യമായിട്ട് അമ്മമ്മയാവുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും അറിയില്ല. എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ മാത്രമേ വളർത്തിയിട്ടുള്ളൂ ഗൈസ്, വേറെ കുഞ്ഞില്ല, ഞാൻ ഒറ്റമോളാണല്ലോ. അപ്പോൾ അമ്മക്കും വലിയ എക്സ്പീരിയൻസ് ഇല്ല ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് നോക്കാനൊരു ചേച്ചീനെ നിർത്തിയിട്ടുണ്ട്. ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറയുന്നു, ഇത്രയും കരയുന്ന കുഞ്ഞിനെ വേറെ കണ്ടിട്ടില്ലെന്ന്. ഇവനാണെങ്കിൽ കരയുമ്പോൾ ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ പിടിച്ച് നിർത്തും. അതായത് ഒരു സെക്കൻഡ് അവന് ശ്വാസമില്ലാത്ത പോലെ തോന്നും നമുക്ക്. ഇത്രയും കുഞ്ഞിനെ, ഒരു കുഞ്ഞിനെ നോക്കണ പോലെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് പേടിച്ച് ഉറങ്ങിയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ. അവനൊരു 1.5 വയസ്സാകുന്നവരെ ഞാൻ ഉറങ്ങാതെയാണ് കുഞ്ഞിനെ നോക്കിയത്. എനിക്ക് പേടിയാണ് ഗൈസ്. കാരണം നമ്മളിങ്ങനെ പല വാർത്തകളും കേട്ടിട്ടുണ്ടല്ലോ, ഉറങ്ങിപ്പോയിട്ട് കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കുന്നത്. അമ്മ ഉറങ്ങിപ്പോയിട്ട് കയ്യിൽ നിന്ന് വീണ്. ഞാൻ കിടന്ന് പാല് ഫീഡ് ചെയ്തിട്ടേ ഇല്ല, ഞാൻ ഇരുന്ന് തന്നെ ഫീഡ് ചെയ്യുള്ളൂ. മാക്സിമം ഞാൻ അങ്ങനെ തന്നെയാണ് വളർത്തിയതവനെ. എൻ്റെ അമ്മയാണെങ്കിലും അത് എന്നെ കൊണ്ട് സമ്മതിക്കില്ല കിടന്നു കൊടുക്കാൻ. ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ചെയ്യിപ്പിക്കും. അപ്പം നിങ്ങളും കിടന്നൊട്ടും ഫീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം ഒന്നും സംഭവിക്കരുതല്ലോ. നമ്മൾ എപ്പോഴും നന്നായിട്ട് കെയർ ചെയ്യണം ഗൈസ്. ന്യൂ ബോൺസിനെ എന്തായാലും നമ്മൾ കെയർ ചെയ്തേ പറ്റൂ. അത് നമ്മൾ ഉറക്കം, നമുക്ക് ശരിയാണ്, ഉറക്കമൊക്കെ നമ്മുടെ കുറച്ചങ്ങ് മാറ്റി വെക്കുക. ഉറങ്ങിയെന്ന് പറഞ്ഞ് നിങ്ങൾ കുഞ്ഞുറങ്ങുന്ന ടൈമിൽ ഉറങ്ങാൻ നോക്കുക. പക്ഷെ എനിക്കറിയാം അതൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പറയും, ഒരു കുഞ്ഞിനൊരു 3 മാസം വരെയെങ്കിലും നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ ഒരു മാസത്തോളം ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി ഇവനെ കൊണ്ട്. 1 മാസമായിട്ട് ഇവൻ നന്നായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഒട്ടും പാല് കുടിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവൻ നന്നായിട്ട് കരഞ്ഞു. ഇതേപോലെ ശ്വാസം ഹോൾഡ് ചെയ്ത് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കെട്ടും പാട്ടവും കിടക്കയൊക്കെ ഇട്ട് എല്ലാവരും കൂടി ഇറങ്ങി ഇവിടെ നിന്ന് എടുത്ത് ഓടി. ഡിനു അടക്കം ഓടി. കാറൊക്കെ എങ്ങനെ എത്തിയെന്നറിയില്ല ഹോസ്പിറ്റലിൽ. കാരണം കുഞ്ഞ് കരയുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ അയ്യോ പൊട്ടിക്കരയായിരുന്നു കുഞ്ഞ് കരയുന്നതിന്. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടറിന് കുഴപ്പമില്ല, ചില കുഞ്ഞുങ്ങൾ അങ്ങനെ കരയും, എന്നാലും നമുക്ക് കുഞ്ഞിനെ ഒന്ന് ഒരു 5 ദിവസം അഡ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴും ഇവർ പറയുന്നത് 1 മന്തായ കുഞ്ഞിന് മഞ്ഞപ്പ് ഉണ്ടെന്നാണ്. പക്ഷെ നമ്മളിവിടെയൊക്കെ നേഴ്സുമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് 1 മന്തായ കുഞ്ഞിന് ഒരിക്കലും മഞ്ഞപ്പ് വരില്ലെന്നാണ്. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ അഡ്മിറ്റ് ചെയ്തു. നമ്മളപ്പോൾ വിചാരിച്ചു കുഞ്ഞിൻ്റെ ഒരു ചെക്കപ്പും കൂടി അങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മളെല്ലാം ചെക്ക് ചെയ്ത് നോർമലാണെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു. പിന്നെ നമ്മുടെ ലൈഫ് അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത വളർച്ച വരുന്നു 3-ാം മാസം. 3-ാം മാസമായിട്ട് ഇവൻ്റെ തല ഉറച്ചിട്ടില്ല. ഐ കോണ്ടാക്റ്റ് ഉണ്ട് പുള്ളിക്ക്, കമിഴ്ന്ന് വീഴുന്നുണ്ട്, തല പൊക്കുന്നില്ല. 3-ആയി 4-ആയി 5 മാസമായപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് എൻ്റെ വീട്ടുകാർ പറഞ്ഞു.
നമുക്ക് എന്തായാലും ഇത് കാണിക്കണം. കുഞ്ഞിൻ്റെ തല ഉറക്കുന്നില്ല, എന്തെങ്കിലും ഇനി ഡിലേഡ് ഭാഗമാണോ എന്നറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊരു സ്കാൻ ചെയ്ത് നോക്കണം, MRI തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾക്കത് ഇത്രയും ചെറിയ കുഞ്ഞിനെ ആരെങ്കിലും MRI ചെയ്യൂ? അന്നൊക്കെ അങ്ങനെയായിട്ട് ചിന്തിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, യങ് ഏജാണ്, ലോജിക്കില്ല ഇതിനെപ്പറ്റി ചിന്തിക്കാനല്ലേ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വേണ്ട, ഇവനെ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ തലയിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അൾട്രാസൗണ്ട് തലയിൽ ചെയ്യില്ല, കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മാത്രമേ അൾട്രാസൗണ്ട് ചെയ്യുള്ളൂ എന്നാണ് തോന്നുന്നത്. എനിക്കതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയില്ല. ഒരു ഡോക്ടർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. അങ്ങനെ അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവനെ ജനിച്ച സ്ഥലം തന്നെയാണല്ലോ, അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് വിട്ടു. നമ്മൾ ഹാപ്പി ആയിട്ട് പോന്നു. പക്ഷേ പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് കുഞ്ഞിന് ഭയങ്കര ഒരു പ്രശ്നം എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അനങ്ങുന്നില്ല ഗൈസ്, കിടന്ന കിടപ്പ് തന്നെയാണ്. ഒരു മാസമുള്ള കുഞ്ഞ് കിടക്കുന്ന പോലെ തന്നെ അവൻ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, കൈയും കാലിട്ട് അടിക്കുന്നുണ്ട്, കമിഴ്ന്ന് വീഴാൻ ശ്രമിക്കുന്നില്ല, ഇരിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതെന്തായാലും ഇനി കാണിച്ചാലേ പറ്റൂ. പിന്നെ ഇവന് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു കയ്യിൽ നിന്ന് ഈ ഒരു കയ്യിലോട്ട് പാസ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു 4 മാസം മുമ്പ് തുടങ്ങേണ്ട കാര്യങ്ങളാണല്ലോ, ഇതൊന്നും അവൻ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ കൂടി കാണിക്കാമെന്ന് ഓർത്തു. എന്നെ ചെറുപ്പം തൊട്ട് കാണിച്ച ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ നമുക്കൊരു വേറെ ഡോക്ടറെ റെഫർ ചെയ്തു. അനു എന്നായിരുന്നു ആ ഡോക്ടറിൻ്റെ പേര്. ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഡോക്ടറാണ്. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 9 മാസം മുമ്പ് വരൂ, അതായത് 4 മാസം കൂടി കഴിയുമ്പോൾ, നമ്മൾ 6 മാസം ഉള്ളപ്പോഴാണ് കാണിച്ചത് ഇവനെ, 9 മാസം മുമ്പ് വരൂ, എന്നിട്ട് നമുക്കൊരു MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു 4 മാസം ഗ്യാപ്പിൽ നമ്മൾ പല സ്ഥലത്തും പോയായിരുന്നു. ബാംഗ്ലൂര്, മൈസൂര്, മംഗലാപുരം, തൃശ്ശൂരൊക്കെ പോയി. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് MRI ചെയ്യൂന്ന്. അങ്ങനെ നമ്മൾ 1 വയസ്സായപ്പോഴാണ് ഇവനെ MRI എടുക്കുന്നത്. MRI എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സത്യാവസ്ഥ മനസ്സിലായത്. കുഞ്ഞിന് ബൈ ബർത്ത് ഹൈപ്പോക്സിക് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ചെയ്തു. നമ്മൾ ഒരു ബ്രെയിനിൽ വരുന്നൊരു ഡാമേജ് ആണെന്നാണ് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ആ MRI ചെയ്യാൻ നമ്മൾ കുഞ്ഞിനെ കയറ്റുമ്പോൾ ഉള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരമ്മമാർക്കും അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, ഒരമ്മമാർക്കും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല MRI എന്താണെന്ന്. അപ്പം ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു ചേച്ചീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻ്റൽ ഡിലേയുടെ കുട്ടികൾക്കുള്ള ഒരു ഗ്രൂപ്പ്, അതിൽ വഴി ഒരു ചേച്ചീനെ പരിചയപ്പെട്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. MRIക്ക് കയറ്റുമ്പോൾ നമ്മൾ നന്നായിട്ട് കരയും, കുഞ്ഞിനെ ഒരു ദിവസം മയക്കി കിടത്തുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് വീട്ടിലൊക്കെ അന്ന് ശരിക്കും ഉണ്ടല്ലോ ഗൈസ്, ഒരു മരിച്ച വീട് പോലത്തെ അവസ്ഥയായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല, പരസ്പരം നോക്കുന്നില്ല, ചിരിക്കുന്നില്ല. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത്, ഈ MRI ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ. അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചാണ് ഞാൻ പോയത്. എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഞാനേ MRIയിൽ അവൻ്റെ കൂടെ കയറുള്ളൂ. കാരണം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡിനും അത്രയും ധൈര്യം ഇല്ല ഗൈസ്, കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് കയറിയത്. ദൈവത്തിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. 1 തവണ ഫെയിലായി, എന്നാലും ഇനി പാസ്സാകണം. അപ്പോൾ അവനെ സ്കൂളിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോയൊക്കെ വിളിച്ച് അത്രയും ഡിസ്റ്റൻസ് പോകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ആകും. അപ്പോൾ ഞാൻ തന്നെ ഡ്രൈവൊക്കെ ചെയ്തു പോയി. തിരിച്ചും ഞാൻ അവിടെ തന്നെ ഇരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, കാരണം അവിടെ ഇരുന്നില്ലെങ്കിൽ കുഞ്ഞല്ലേ, അവൻ അത്ര ആയിട്ടില്ലല്ലോ. അപ്പോൾ തിരിച്ചും അവനെ ഞാൻ തന്നെ കൊണ്ടുപോകും. ഞാനപ്പോൾ 9 മണി തൊട്ട് 3 മണി വരെ അവിടെ ഇരിക്കാനാണ് പ്ലാൻ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഇപ്പോൾ ലൈഫ് പോകുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് കഴിയുമ്പോൾ, അതായത് നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇവൻ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. പക്ഷെ ദൈവം എന്തെങ്കിലും കാണിച്ചു തരാതിരിക്കില്ല. പിന്നെ റൂത്തൊക്കെ ഉണ്ടല്ലോ, റൂത്തൊക്കെ സെറ്റാക്കി എടുക്കുമെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഹാപ്പി ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും നമ്മളുടെ മക്കളെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കുറേ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റുള്ളൂ ഗൈസ്.
അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതൊരു ബർത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹൈപ്പോക്സിക്കിനെ പറ്റി പറയാൻ ഇത് ബർത്തിൽ സംഭവിക്കുന്നതാണ്. ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ആയിരിക്കുന്ന ടൈമിൽ സംഭവിച്ചതാണോ എന്നറിയില്ല, ഒന്നും അറിയില്ല. ഇത് ബ്രെയിനിൽ ഉണ്ടാകുന്നൊരു ഡാമേജാണ്. ഇതുകൊണ്ടാണ് കുഞ്ഞിന് മൈൽ സ്റ്റോണിൽ ഡിലേസ് വരുന്നത്. ഇത് പല സ്റ്റേജസ് ഉണ്ട് കേട്ടോ. ഇവൻ ഏറ്റവും മൈൽഡായിട്ടുള്ള സ്റ്റേജാണ്, അതുകൊണ്ടാണ് അവൻ മൈൽ സ്റ്റോണിൽ ഡിലേ വന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് കിടപ്പായി പോകാറുണ്ട്, ചില കുഞ്ഞുങ്ങളുടെ മരണത്തിന് വരെ കാരണമാകാറുണ്ട് ഈ ഹൈപ്പോക്സിക്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണി, ആഫ്റ്റർ പ്രഗ്നൻസി ജേണിയൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.